ദേശാഭിമാനികളായ ശ്രോതാക്കളെ, സ്നേഹസമ്പന്നരായ പ്രേക്ഷകരെ, മഹത്തുക്കളെ, ഈ വിനീതമായ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ കഴിഞ്ഞ 6-7 ദിവസങ്ങൾ വാക്കുകൾക്ക് വരച്ചു കാട്ടാൻ സാധിക്കാത്ത മനുഷ്യ മനസ്സിനെ വല്ലാതെ തകർത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു പ്രദേശത്തെയല്ല, ഒരു സംസ്ഥാനത്തെയും ഒരു രാജ്യത്തെയും ലോകസമൂഹത്തെയും ദുഃഖത്തിലാഴ്ത്തിയ വയനാട്ടിലെ കൊടും ഭീകരമായ മരണങ്ങളും നമുക്കോർക്കാൻ പോലും സാധിക്കാത്ത വണ്ണം വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങളും നിറഞ്ഞ ആ കഴിഞ്ഞ വാരം നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയാത്ത വേദനയുടെ ഒരാഴ്ചക്കാലമാണ്. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരുപക്ഷെ ഒരു യുഗത്തോളം നീണ്ടുപോകുന്ന വേദനയുടെ കൊടും തീയാണ് നാം വയനാട്ടിൽ കണ്ടത്. മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങൾ വഴി എത്ര സഹോദരീ സഹോദരന്മാരാണ് അവിടെ നിന്ന് ആ അർദ്ധരാത്രിയിൽ ലോകത്തോട് വിട പറഞ്ഞത്. ഇനിയും കണ്ടുകിട്ടാത്ത ശവശരീരങ്ങൾ, തകർന്നു ചിതറിപ്പോയ ശവശരീരങ്ങൾ, ഇനിയും കണ്ടുകിട്ടാത്ത അനവധി സംഭവങ്ങളുടെ തുമ്പുകൾ, ഇതെല്ലാം ചേർന്ന് കണ്ണുനീർ പുഴയിൽ ഒഴുകുകയാണ് വയനാട്ടിൽ. മനുഷ്യൻ എത്ര അനുഭവം കൊണ്ടും എത്ര ആളുകൾ ഉപദേശിച്ചാലും ചില സന്ദർഭങ്ങളിൽ അത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ തിരിഞ്ഞു നിൽക്കാനോ കഴിയാത്ത ഒരു ദുർവാശിയുടെ ഭാഗം കൂടിയാണ് വാസ്തവത്തിൽ മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങൾ മിക്കതും അങ്ങനെയാണെന്നാണ് വയ്പ്. അതീവ ദുസ്സഹമാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. പ്രളയം എന്നൊക്കെ നാം ധാരാളം കേട്ടിട്ടുണ്ട്. 100 വർഷത്തിന് മുൻപ് തിരുവിതാംകൂറിൽ ഇതിന് സമാനമായ ഒരു പ്രളയം ഉണ്ടായി. പക്ഷേ അത് ഇത്രത്തോളം ഭീകരമായിരുന്നില്ല. അന്ന് ജനവാസം ഇത്ര നിബിഡമായിരുന്നില്ല. വനപ്രദേശങ്ങളിൽ ഇത്രയേറെ ആളുകൾ അക്കാലങ്ങളിൽ പാർത്തിരുന്നില്ല. അതുകൊണ്ട് മരണസംഖ്യ ഇതുമായി തട്ടിച്ചു നോക്കാൻ നമുക്ക് സാധ്യമല്ല. എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾ കാര്യങ്ങളുടെ നിജസ്ഥിതിയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കടന്നു ചെല്ലാൻ അറച്ചു നിൽക്കുകയാണ്. പിടിവാശിയെന്ന് ഞാൻ പറയുന്നില്ല. പാർക്കാൻ ഇടമില്ലാത്തവർ പാർപ്പിടം തേടിപ്പോകുന്നത് ഒരു പ്രതികാരമല്ല, ഒരു ആവശ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. സ്വന്തമായി ഭൂമിയില്ലാത്തവർ ഒക്കെ ധാരാളമാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് പലയിടത്തും അങ്ങനെയുണ്ട്. പക്ഷെ അതേറെ ഉള്ളവരിൽ ഉള്ള ഒരു പ്രദേശമാണ് വാസ്തവത്തിൽ കേരളം. അതുകൊണ്ട് എവിടെ 2 ചുവട് മണ്ണ് കിട്ടുമെന്ന് കണ്ടാലും അവിടേക്ക് ഓടിപ്പാഞ്ഞെത്താനും അവിടെ ഒരു കുടിൽ കെട്ടാനും നമ്മുടെ ആളുകൾക്കുള്ള വ്യഗ്രത വ്യത്യസ്തമാണ്. വളരെ ഗൗരവാവഹമായി തന്നെ അവർ വീടില്ലാത്തവർ, കുടികിടക്കാൻ ഇടമില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത വണ്ണമുള്ള ആളുകളാണ് നമ്മുടെ മലയോരങ്ങളിലേക്ക് കുടിപാർത്ത് തുടങ്ങിയത്.
ഒരു കാലത്ത് ഭയപ്പാട് കൊണ്ടും വന്യമൃഗങ്ങളെ ഭയന്നുകൊണ്ടും ഒക്കെ ആളുകൾ അങ്ങോട്ടുള്ള യാത്ര കുറച്ച് വച്ചിരുന്നു. അഥവാ മറ്റ് പ്രദേശങ്ങളിൽ കുറേ കൂടെ ഭൂമി ലഭ്യമായിരുന്നു. ഇപ്പോൾ എന്തും വരട്ടെ, മലയെങ്കിൽ മല, പർവ്വതമെങ്കിൽ പർവ്വതം, പാറക്കെട്ടെങ്കിൽ പാറക്കെട്ട്, ഞങ്ങൾ അവിടേക്ക് പോകും എന്ന നിലയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ അത്യപാരമായ ഭൂമി കയ്യേറ്റം എന്ന് ഞാൻ പറയുന്നില്ല. പാർപ്പിടം തേടിയുള്ള മനുഷ്യൻ്റെ സ്വന്തം ഭൂമി 2 സെൻറ്റെങ്കിലും ഉണ്ടാകണമെന്ന വികാരത്തോടെയുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം വനങ്ങളുടെ വിരിമാറിലേക്കാണ് പടർന്നു പന്തലിച്ചത്. അങ്ങനെ ജനങ്ങൾ കുടിപാർക്കാൻ കണ്ടെടുത്ത കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ഒന്നാണ് പ്രകൃതി സുന്ദരമായ, താരതമ്യേന നല്ല കാലാവസ്ഥയുള്ള വയനാട്, ഇടുക്കി പ്രദേശങ്ങളൊക്കെ. അവിടെയൊക്കെ കുടിപാർക്കാൻ വന്ന ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. മനുഷ്യർക്ക് താമസിക്കാൻ ഒരിടം എന്നത് മൗലികാവകാശത്തിൻ്റെ പട്ടികയിൽ ആണത് പെടേണ്ടത്. അത് കണ്ടെത്താനുള്ള വ്യഗ്രതയിൽ ഇങ്ങനെ ഏതൊരിടവും ഞങ്ങൾക്ക് സൗകര്യപ്രദമാണ് എന്ന ഭാവത്തിൽ, വിശ്വാസത്തിൽ ജനങ്ങൾ കയറി പാർക്കും. അതുതന്നെയാണ് വയനാട്, ഇടുക്കി, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ, മറ്റ് മലയോര പ്രദേശങ്ങളിൽ പലയിടത്തും സംഭവിച്ചിരിക്കുന്നത്. നദീതീരങ്ങളിൽ വളരെ നേരത്തെ ഇങ്ങനെ കുടിയേറ്റം സംഭവിച്ചു കഴിഞ്ഞു. വളരെ കഴിഞ്ഞാണ് മലയോരങ്ങളിലേക്ക് ജനങ്ങൾ കയറി പുറപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ അതും സാർവത്രികമായി സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഭൗമശാസ്ത്രജ്ഞന്മാർ, പ്രകൃതിശാസ്ത്രജ്ഞന്മാർ, ഭൂതല വ്യവസ്ഥകൾ സംബന്ധിച്ച് വ്യവഹരിക്കാൻ കഴിയുന്നവരൊക്കെ ഇതിൻ്റെ അപകടം പലപ്പോഴായി സൂചിപ്പിച്ചു. പക്ഷെ അതൊന്നും കേട്ടു നിൽക്കാനുള്ള സഹിഷ്ണുത ഈ തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചെന്ന് കയറുകയില്ല. അതുകൊണ്ട് കിട്ടുന്നിടം ദേവലോകം എന്ന വിചാരത്തിൽ അവിടേക്ക് മനുഷ്യൻ ചെന്നെത്തുകയും കുടിപാർക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ അനേകായിരങ്ങൾ കുടിപാർക്കുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു നമ്മുടെ മലയോരങ്ങൾ. പക്ഷേ മലയോരത്തിൻ്റെ പ്രകൃതിക്ക് ധാരാളം വ്യത്യസ്തതകൾ ഉണ്ട്. പേമാരി വരുമ്പോൾ ഉണ്ടാകുന്ന അനിഷ്ടങ്ങൾ, കാട്ടുതീ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, പ്രളയസമാനമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അത്യന്തം ഭയാനകമായ അപകടങ്ങൾ, ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കാവുന്നതല്ല. ഭൗമശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം മുന്നറിയിപ്പും താക്കീതുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും മുന്നറിയിപ്പും താക്കീതുമൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പോൾ നടക്കേണ്ടത് ഞങ്ങളുടെ ഈ അത്യാവശ്യ കാര്യമാണ് എന്ന വികാരത്തിൽ ഭൂമി ഉള്ളവരും ഇല്ലാത്തവരും ഇരമ്പിക്കയറുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു നമ്മുടെ മലയോരങ്ങൾ മുഖ്യമായും. അതാർക്കും തടയാനോ ചെറുക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇനി അത്ര വേഗം ആർക്കും കഴിയുകയും ഇല്ല. പക്ഷേ പ്രകൃതിയുടെ ചലനങ്ങളും പ്രകൃതിയുടെ സ്വഭാവവും വ്യക്തികൾക്ക് നിയന്ത്രിക്കാൻ പെട്ടെന്ന് കഴിയുന്നതല്ല. ഭൂതല സ്പർശിയായ നിരവധി മാറ്റങ്ങൾ, ശാസ്ത്രീയ കാരണങ്ങളാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, പ്രകൃതി വരുത്തുന്ന പ്രത്യാഘാതാത്മകങ്ങളായ മാറ്റങ്ങൾ, ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാനും സാധ്യമല്ല. ഇപ്പോൾ 4-5 ദിവസത്തിന് മുൻപുണ്ടായ വയനാട്ടിലെ ഭൂകമ്പത്തിൻ്റെ ഭയപ്പാടുണ്ടാക്കുന്ന, ഒരുപക്ഷെ ഭൂകമ്പത്തേക്കാൾ ഭീകരമായി പിന്നീട് മാറിയ ഉരുൾപൊട്ടൽ നമ്മുടെ നാടിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭയത്തിൽ നിന്ന് നമ്മുടെ ആളുകൾക്ക് വളരെ വേഗം രക്ഷ നേടാൻ സാധിക്കുകയില്ല. പൊന്നോമന കുഞ്ഞുങ്ങൾ
തൊട്ടിലിൽ കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങൾ, അമ്മമാരുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞുങ്ങൾ അവരെങ്ങോട്ട് പോയി എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഏതോ വലിയ ജലപ്രവാഹത്തിൽപ്പെട്ട് മറിഞ്ഞ് അവർ കടലിൻ്റെ അഗാധതകളിലേക്കോ അകലങ്ങളിലേക്കോ പോയി മറഞ്ഞു. ഇനി ഒരിക്കലും അച്ഛനമ്മമാരെ കാണാൻ കഴിയാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. സ്വന്തം അരുമക്കുഞ്ഞുങ്ങളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് ഒട്ടേറെ അമ്മമാർക്കും പിതാക്കന്മാർക്കും മനസ്സിലായി. പക്ഷേ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന്, നമ്മുടെ സൈന്യം, നമ്മുടെ സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ സംഘടനയിലോ സൈന്യത്തിലോ ഒന്നും പെടാത്ത സാധാരണ വ്യക്തികൾ, പരിസരവാസികൾ, ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാം സാഹസികമായി തന്നെയാണ് ഈ ദുരിത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. മണിക്കൂർ കൊണ്ട് ബെയ്ലി പാലം പൂർത്തിയായത് മിലിട്ടറിക്ക് ചെറിയ കാര്യമാണ്, പക്ഷേ ജനങ്ങൾക്ക് വലിയ പ്രയോജനമാണ്. അവശേഷിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം, മരുന്ന്, താൽക്കാലിക കിടപ്പാടങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർ വ്രതബദ്ധമായ മനസ്സോടെ ഏർപ്പെട്ടതും ഇടപെട്ടതും നടപ്പാക്കിയതും ചെറിയ കാര്യമല്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അതീവ ശുഷ്കാന്തിയോടെ തന്നെ ഇടപെട്ടു എന്ന് സമ്മതിക്കാതെ കടന്നു പോകാൻ ആർക്കും സാധ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങൾ ഒന്നായി മാറുന്നതാണ് കേരളം കണ്ടിട്ടുള്ള മാതൃക. അനവധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രളയമോ പ്രളയ സമാനമായ സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ജനങ്ങൾ ഒറ്റ മനസ്സോടെയാണ് ഇടപെട്ടിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയം മറന്ന്, വിഭാഗീയതകൾ മറന്ന്, ചേരി വ്യത്യാസങ്ങൾ മറന്ന് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാടിന് തനതായിട്ടുള്ളതാണ്. അതിപ്പോഴും പ്രകടമായി. നമ്മുടെ ഗവൺമെൻറ് എല്ലാ തലത്തിലും ആ രംഗത്ത് ഇടപെട്ടു. കേന്ദ്ര ഗവൺമെൻറ് ആ തലത്തിൽ ഇടപെട്ടു. ഓരോരുത്തരും ഇടപെടുന്നതിന് അവരുടെ റേഞ്ച് ഉണ്ട്. അതൊക്കെ ഇടപെട്ടു. അവരെയൊക്കെ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഏതവസരത്തിലും നിരാകരിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് നിർദാക്ഷിണ്യം ആക്രമിക്കുന്നത് ഒരു പ്രത്യേക ക്യാരക്ടർ ആണ്. അതല്ല നമുക്ക് ഈ അവസരത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ചേർത്തു നിർത്തി ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധിയെ നേരിടുകയും പരിഹാരം ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. ഗവൺമെൻറ് ആ കാര്യത്തിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുജന സംഘടനകൾ അതിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് സാധിക്കുന്ന സകല മഹത്വവും ഉപയോഗിച്ച് അവർക്ക് കഴിയുന്നതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേരിയും വിഭാഗീയതകളും ഒന്നുമില്ലാതെ ബഹുജനം ഒരു മനസ്സോടെ ഇത്തരം കാര്യങ്ങളിൽ സഹായഹസ്തവുമായി നിൽക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇനി നമുക്ക് വിപത്തുകളുടെ എണ്ണം പെരുകി വരാനുള്ള സാധ്യതയാണ് ചുറ്റിലും പൊന്തി വരുന്നത്. ഇടപെടേണ്ടവർ ഇടപെടേണ്ട തരത്തിൽ ഇടപെടുകയും ശ്രദ്ധിക്കുകയും നടപടി ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വലിയ അഗ്നിഗോളമുണ്ട്. വാസ്തവത്തിൽ ജലവും അഗ്നിയും തമ്മിൽ വ്യത്യാസമില്ല. ഒന്ന് ചൂടിൻ്റെ ഭാവത്തിലും മറ്റൊന്ന് തണുപ്പിൻ്റെയും അതിനേക്കാൾ വലിയ ശക്തിയുടെയും ഭാവത്തിലും പ്രവർത്തിക്കുന്നു. മുല്ലപ്പെരിയാർ ഫയലിൽ കെട്ടിയിട്ട് ഉറക്കേണ്ട ഒരു വിഷയമല്ല. മുല്ലപ്പെരിയാർ ഭരണാധികാരികൾ കണ്ടില്ലെന്ന് വയ്ക്കേണ്ട ഒരു വിഷയം അല്ല. കേരളത്തിൻ്റേതെന്നോ തമിഴ്നാടിൻ്റേതെന്നോ കർണാടകയുടേതെന്നോ ആന്ധ്രയുടേതെന്നോ ഒറീസയുടേതെന്നോ പറഞ്ഞ് ആ ഫയൽ കെട്ടി കോടതികളുടെ അലമാരകളിൽ വയ്ക്കേണ്ട വിഷയം അല്ല.
മണ്ണിൻ്റെ ക്ഷമ പരിശോധിക്കുന്ന ഘട്ടം വരെ ആ വിഷയം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇടപെടാൻ അർഹതയുള്ള ഭരണാധികാരികൾ, ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഓഫ് കേരള, ഒന്ന്, അതിലിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ തമിഴ്നാടുകാരാണ്. അവരുൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചന്യായം തേച്ച ചെറിയുമായി ചിരിച്ചാൽ പോരാ. ഇത് സമ്പൂർണമായി പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ഈ മൂന്ന് ഗവൺമെൻറ്റുകളും ഒരുമിച്ചിരുന്ന് പരിഹാരം പ്രഖ്യാപിച്ച് പുതിയ ഡാം ഉണ്ടായില്ലെങ്കിൽ വലിയ വിപത്ത് ഒരു വലിയ സമൂഹം മനുഷ്യർക്ക് സംഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുൻകൂർ മനസ്സിലാക്കി മുൻകരുതലുകൾ സജ്ജമാക്കി ചെയ്യേണ്ട നടപടികൾ പൂർത്തിയാക്കി ചെയ്യേണ്ടവർ ചെയ്തു തീർക്കേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. എന്നും തിരുവിതാംകൂറിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മുല്ലപ്പെരിയാർ. അത് പിന്നീട് തിരുകൊച്ചിയുടെയും കേരളത്തിൻ്റെയുമായി മാറി സ്വാഭാവികം. സമ്പൂർണമായി അതിപ്പോൾ കേരളത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്നാൽ അത് തികഞ്ഞ വിവേകത്തോടെ സംസ്ഥാനങ്ങൾ തമ്മിൽ പുലർത്തേണ്ട മാന്യതയ്ക്ക് കോട്ടം വരാതെ സംസ്ഥാനങ്ങൾ തമ്മിൽ 1% പോലും ഏറ്റുമുട്ടാതെ ഈ വിഷയം വ്യവസ്ഥാപിത മാർഗത്തിലൂടെ മഹത്തായി പരിഹരിക്കാൻ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കണം. ഇനി കേരളത്തെ തുറച്ചു നോക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വയനാടിൽ സംഭവിച്ചതായിരിക്കില്ല മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്നത് എന്ന് വിവേകശാലികൾ ദയവായി മുൻകൂട്ടി മനസ്സിലാക്കണം. കേന്ദ്രം ആരോ ഭരിക്കട്ടെ, കേരളം ആരോ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കട്ടെ, നമ്മുടെ ബഹുമാന്യ അയൽവാസികളായ തമിഴ്നാട് ആരോ ഭരിക്കട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കട്ടെ. പക്ഷേ ഇവിടെ എല്ലാം താമസിക്കുന്ന ജനങ്ങളുടെ സ്വൈരം, അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം, അവർക്ക് ലഭ്യമാകേണ്ട സുരക്ഷ, ഇതെല്ലാം നൽകാൻ ഒരു ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. യോജിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ യോജിച്ച തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരൊക്കെ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ മാഹാത്മ്യം പറയുന്ന ജനാധിപത്യമൊക്കെ കാടത്വത്തിൻ്റെ കയ്യിൽ ചെന്നപ്പെടും. ആ നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഒരു ചെറിയ വിഷയമായിരിക്കുകയില്ല, ഒരിക്കലും അത് ചെറിയ വിഷയമായിരുന്നില്ല. കൃഷിക്ക് വെള്ളം കൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട്, വൈദ്യുതിക്ക് വെള്ളം കൊടുക്കുന്നുവെങ്കിൽ അപ്പോൾ സ്വീകരിക്കേണ്ട നിലപാട്, കുടിവെള്ളത്തിന് വേണ്ടി വെള്ളം കൊടുക്കേണ്ടി വന്നാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നിലപാട്, ഇതെല്ലാം വ്യക്തമായി വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് തിരുവിതാംകൂർ അന്ന് ആ ഡോക്യുമെൻറ്റേഷൻ നടത്തിയത്. അത് പിന്നീട് വന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ വലിച്ചും തിരിച്ചും മറിച്ചും കീറി ഒട്ടിച്ചും വെട്ടിത്തിരുത്തിയുമൊക്കെ നടത്തിയ നടപടികൾ ഇന്ന് അടിക്കാനും മൂടാനും വയ്യാത്ത നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായ നടപടി, അതായത് ഒരു പക്ഷത്തും ചേരാത്ത നടപടി, ന്യായത്തിൻ്റെ മുനയിൽ നിന്നുകൊണ്ടുള്ള ഒരു നടപടി, അവകാശാധികാരങ്ങളുടെ കാര്യത്തിൽ തിരുവിതാംകൂറിന് എന്ന കേരളത്തിനുണ്ടായിരുന്ന അധികാരാവകാശങ്ങൾ മാന്യതയോടെ നിലനിർത്തിക്കൊണ്ടും പുലർത്തിക്കൊണ്ടും തമിഴ്നാടിനെ 1% പോലും അവരുടെ വകയിൽ കടന്നു കയറാതെ, അവരെ വേദനിപ്പിക്കാതെ, തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ചെറുതായിരുന്നില്ല, ചെറുതാകാനും പാടില്ല.
അത് അനന്തമായ ഒരു സാഹോദര്യത്തിൻ്റെ ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ഈ അവസരം വിനിയോഗിക്കേണ്ടതാണ് എന്ന് ഏറെ വിനയത്തോടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഗവൺമെൻറ്റുകളോട് അപേക്ഷിക്കുന്നത് പോലെ തന്നെ ഈ കാര്യത്തിൽ കുറ്റമറ്റ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് നടത്താൻ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതുകൂടി മാന്യമായി നിർവഹിക്കേണ്ട ഒരവസരം കൂടിയാണ് ഇത്. ഇനിയും കാത്തിരിക്കാൻ ശബരിയെപ്പോലെ താപസ്വിയായ ഒരമ്മയാണ് മുല്ലപ്പെരിയാർ. ഇനി ആ അമ്മയെ വീർപ്പ് മുട്ടിക്കരുത്, ശ്വാസം മുട്ടിക്കരുത്, സമ്മർദ്ദപ്പെടുത്തരുത്, തളർത്തരുത്. ഈ കാര്യം തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ സർക്കാരിനും തമിഴ്നാട്ടിലെ സർക്കാരിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 999 കൊല്ലത്തെ പാട്ടം എന്നൊക്കെ പറയുന്നത് എത്ര ലാഘവ ബുദ്ധിയോടെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ചെയ്തവർ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ ആരു ചെയ്താലും അതിൻ്റെ അപകടം കേരളത്തിലെ സാധാരണ ജനങ്ങളെ, തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ആരെയും ബാധിക്കാത്ത വണ്ണം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സമയമാണിതെന്ന് ഞാൻ ഏറെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം മുല്ലപ്പെരിയാർ അല്ല, പക്ഷേ മുല്ലപ്പെരിയാർ നമ്മുടെ എന്നത്തെയും വിഷയമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ വയനാട്ടിലുണ്ടായ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക്, അവശേഷിക്കുന്നവർക്ക് ജീവിതം പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ, തകർന്നുപോയ പള്ളിക്കൂടങ്ങൾക്ക് പകരം സ്കൂളുകൾ ഉണ്ടാക്കി കൊടുക്കാൻ, ആശുപത്രികൾക്ക് പകരം മെച്ചപ്പെട്ട ആശുപത്രികൾ ഉണ്ടാക്കി കൊടുക്കാൻ ലോക സമൂഹത്തിൻ്റെ പിൻബലം ആവശ്യമുള്ള ഒരു സമയമാണിത്. നമ്മുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ജനങ്ങൾ നിർലോഭമായി തന്നെ ജനങ്ങളുടെ ജീവനും അവശേഷിക്കുന്നവരുടെ സുരക്ഷയ്ക്കും വേണ്ടി ഉദാരമായി സംഭാവന ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന് എന്താപത്ത് വരുമ്പോഴും മനസ്സു നിറയെ സംഭാവനകൾ ചെയ്ത് ശീലമുള്ള ഒരു പിടി ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട്. വിദേശത്ത് പോയി വളരെ ഉയർന്ന നിലയിൽ വ്യവസായ കാര്യങ്ങളിൽ ഉയർന്നു വന്ന നമ്മുടെ മലയാളികളായ മഹത്തുക്കൾ, ഞാനവരുടെയൊക്കെ പേര് പറയാതെ കേരളത്തിൽ അവരെയൊക്കെ സുപരിചിതരാണ്. അവരൊക്കെ കൈയയച്ച് സംഭാവന തുടങ്ങി. നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ, നമ്മുടെ വ്യവസായികൾ, നമ്മുടെ വ്യാപാരികൾ, നമ്മുടെ കർഷക രാജാക്കന്മാർ, നമ്മുടെ തോട്ടം ഉടമകൾ, നമ്മുടെ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ, വിദ്യാഭ്യാസ മേഖലയിലെ സമ്പന്നരായ മാനേജർമാർ, അവരെല്ലാം കൈയയച്ച് സംഭാവന ചെയ്തു തുടങ്ങി. ഏതൊരു കൂലിപ്പണിക്കാരനും ഈ കാര്യത്തിൽ മനസ്സ് തുറന്ന് സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഈ സന്ദർഭത്തിൽ 1% അലംഭാവം പോലും അനുവദനീയമായി കൂടാ. രാഷ്ട്രീയ കക്ഷി ഭേദങ്ങളുടെ പേരിൽ ചർച്ചയും വിലപേശലും നടത്തേണ്ട സമയമല്ല ഇത്. രാഷ്ട്രീയമൊക്കെ അവരവർക്കുള്ളതാണ്, ഇരിക്കട്ടെ. നാടിന് വേണ്ടി ഉള്ളതാണ്, നന്നാകട്ടെ. പക്ഷേ ഇത് ജീവന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും കൂടി ഉള്ളതാണ്. ആ നിലയിൽ ഈ സംഭവത്തെ ഏറ്റെടുക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ഇതിൽ ഇടപെടാനും മുഴുവൻ ജനസമൂഹവും സന്നദ്ധമാകേണ്ട സമയമാണ് ഇത്. വാക്കുകൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത
ദുരന്തങ്ങളിൽ, ദുരവസ്ഥകളിൽ, ദുർദിനങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന അവശേഷിക്കുന്ന മനുഷ്യർ, ദുഃഖമിറക്കി വയ്ക്കാൻ കഴിയാത്തവണ്ണം ദുഃഖഭാരം ചുമക്കുന്ന മനുഷ്യർ, ദുസ്സകുനങ്ങളായി മാറിപ്പോയോ ഞങ്ങൾ എന്ന് സ്വയം തപിച്ച് പരിതപിക്കുന്ന ജനങ്ങൾ, അവർക്ക് ആശ്വാസം നൽകാൻ അതിശക്തമായ നടപടികളുമായി ജനങ്ങൾ മുന്നോട്ട് വരേണ്ട സമയമാണ് ഇത്. ഇവിടെ നാം രാഷ്ട്രീയമല്ല ഓർക്കേണ്ടത്, ഇവിടെ കക്ഷിഭേദങ്ങളല്ല നാം ഓർക്കേണ്ടത്. ഇവിടെ ശിഥിലമായ ചിന്തകളല്ല നമ്മെ നയിക്കേണ്ടത്. എല്ലാം മറന്ന്, എല്ലാം പുറത്ത് എത്ര പേരെ രക്ഷിക്കാൻ നാം കൂട്ടായി ശ്രമിച്ചാൽ നടക്കുമെന്ന് ആലോചിച്ച് രംഗത്ത് വരേണ്ട സമയമാണ് ഇത്. നമ്മുടെ പട്ടാളക്കാർ, സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, നാനാജാതി മതസ്ഥരും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും സംഘടനാ ഭാരവാഹികളും അല്ലാത്തവരുമായ ജനങ്ങൾ, സർവത്ര രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ, എല്ലാ സാമൂഹ്യ ബഹുജന സംഘടനകളുടെയും നേതാക്കൾ, അംഗങ്ങൾ ഈ തലത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വ്യവഹരിക്കാൻ കഴിയാത്തവണ്ണം ഹൃദയാവർജകമായ ഈ നടപടികൾ കേരളത്തിൻ്റെ അന്തസ്സിൻ്റെയും നൈസർഗിക വികാരത്തിൻ്റെയും ഭാഗമാണ്, ഭാഷയാണ്. ഇതാണ് ഭാരതീയം. ഇത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് കൂട്ടായി പ്രവർത്തിച്ച് ഈ തകർന്നു പോയവരെ, അവശേഷിക്കുന്നവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം കെട്ടിപ്പൊക്കാൻ നമുക്ക് സാധിക്കണം. അതാകട്ടെ നമ്മുടെ വരുന്ന ദിവസങ്ങളിലെ ആവേശകരമായ മുന്നേറ്റം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മഹാദുഃഖത്തിൽ, ഈ മഹാദുരന്തത്തിൽ, ഈ കഷ്ടതയിൽ, അതിനൊക്കെ ഇരയായ മനുഷ്യരുടെ വ്യസനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.